എന്താ ഈ ഒറ്റ വോട്ട് ഒഴിവാക്കാതെ എല്ലാ തവണ ഇങ്ങനെ വോട്ട് ചെയ്യാൻ വരണമെന്നുള്ളത് ഒരു സന്തോഷം കൊണ്ട് വരുന്നതാണ്? എന്താ അതിന്റെ ഒരു കാരണം? എന്നെ അപ്പൻ ജയിലിൽ കിടന്നതിനാ സ്വാതന്ത്ര്യ സമര CP-യുടെ കാലത്ത്. അപ്പോൾ അന്ന് ഒരു രാഷ്ട്രീയമുണ്ട്. ഞാനന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ചെറുപ്പത്തിലും പത്രമൊക്കെ വായിച്ചും സ്പിരിറ്റായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അപ്പം അപ്പന് കോൺഗ്രസ്സിലേ നടന്നതിനാ. അപ്പം എന്നെയും കൊണ്ട് നടക്കും, ഞാനും പ്രസംഗം എഴുതിത്തരും. ആദ്യം സ്റ്റേജിലൊക്കെ നിന്ന് ഈ വലിയ ആളുകളുടെ കൂടെയൊക്കെ. അന്ന് പിള്ളേരൊന്നും പ്രസംഗിക്കുകയൊന്നുമില്ലല്ലോ ആ കാലത്തെ. അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ 5, 8, 10 വയസ്സുള്ളപ്പം. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തവും ഞാൻ സിലോണിലാണ് പഠിച്ചത്. 7 കൊല്ലം 10ാം ക്ലാസ് കഴിഞ്ഞുടനെ സിലോണിന് പോയി പഠിക്കാൻ. അത് കഴിഞ്ഞ് അല്ലേ തിരിച്ചു പഠിത്തം കഴിഞ്ഞ് വന്നേ പിന്നെ പാപ്പന് MLA ആയതൊക്കെ. സിലോണിൽ പോകുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള അന്ന് CP-യാണ് ഇവിടെ ഭരിക്കുന്നത്. ഞാൻ സിലോണിന് പോകുമ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് പട്ടംനാട്ടമുള്ള പലരും ഇപ്പം ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് പലരും പഠിച്ചിട്ട് വോട്ട് ചെയ്യാൻ വരാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് അപ്പാപ്പൻ ഒരു വടിയൊക്കെ കൂട്ടി ഇങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്നത്. പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? പുതിയ തലമുറയോട് ഇത് കണ്ടാൽ മതി. ഞാൻ ഇത്രയും വിഷമിച്ച് ഈ വോട്ട് ചെയ്യാൻ വന്നതേ പുതിയ തലമുറ കാണട്ടെ. അതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട്. അല്ലാതെ വോട്ട് ചെയ്യണമെന്ന് പറയാൻ ചെയ്തേക്കാമെന്ന് പറയും. ആരെയും ഇപ്പം വിശ്വസിക്കാൻ ഒക്കത്തില്ല. തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ കുറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം നമ്പർ ബൂത്തിൽ 100 വയസ്സുകാരനായ മലങ്കര കത്തോലിക്ക സഭയിലെ സീനിയർ വൈദികനായ ഫാദർ എബ്രഹാം മാരേറ്റ് വോട്ട് രേഖപ്പെടുത്തി. 1956-ൽ സംസ്ഥാന രൂപീകൃതമായ ശേഷമുള്ള 57-ലെ തിരഞ്ഞെടുപ്പ് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കുറ്റൂർ സ്നേഹസദനിൽ വിശ്രമജീവിതം നയിക്കുകയാണ് ഫാദർ എബ്രഹാം മാരേറ്റ്. സീനിയർ വൈദികരായ മാത്യു പഞ്ഞിക്കാട്ടിൽ, തോമസ് പുതിയ വീട്ടിൽ എന്നിവരും എബ്രഹാമിനൊപ്പം വോട്ട് ചെയ്യാനെത്തിയിരുന്നു. വോട്ട് പാഴാക്കരുതെന്ന സന്ദേശമാണ് തന്നെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഫാദർ പറഞ്ഞു. അത് നമ്പർ പറയാനൊക്കെ ഇതുണ്ടായപ്പോ തൊട്ട് ഈ നമ്മുടെ കേരളപ്രവി കഴിഞ്ഞുള്ള വോട്ട് തൊട്ട് എല്ലാ വോട്ടൊന്നും കളഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലും അസംബ്ലി, പാർലമെന്റ്, പഞ്ചായത്ത് എല്ലാത്തിനും വോട്ട് എനിക്ക് നിർബന്ധമായിരുന്നു. അന്നും ഇന്ന് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ്? എനിക്കോ? ചെറുപ്പക്കാരനായിട്ട് വീണ്ടും വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ചെറുപ്പക്കാരനാണ് ഞാൻ. ഇപ്പോഴത്തെ രാഷ്ട്രീയമൊക്കെ നമുക്ക് രാഷ്ട്രീയക്കാരനായിരുന്നു ഞാൻ. വലിയ പുള്ളികളോടൊന്നും പ്രസംഗിച്ചിട്ടൊക്കെ ഉള്ളതിനാ. ഈ ജോൺ ഫിലിപ്പോസ്, പട്ടംനാടനുള്ള അങ്ങനെയൊക്കെ ചരിത്രങ്ങളുണ്ട്. ചരിത്രം പറയാനല്ല ഇപ്പം വന്നത്.